ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാൽവ് കാര്യങ്ങൾ, അതായത് വെള്ളത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വരുന്ന വെള്ളത്തിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മെയിൻ വാൽവുകൾ കൊടുക്കാറുണ്ട്. ഈ മെയിൻ വാൽവുകൾ നമ്മൾ എവിടേക്കാണ് കൊടുക്കേണ്ടത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ മെയിനായിട്ട് വരുന്ന വാൽവ് നോക്കാം. അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വാൽവ്. അത് എത്ര ഇഞ്ച് പൈപ്പാണ് നമ്മൾ മുകളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള മെയിൻ വാൽവ് നമ്മൾ കൊടുത്തു. അത് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും താഴെ കൊടുക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യ കാര്യങ്ങൾ, അതായത് പൈപ്പ് പൊട്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിൽ പോയി ക്ലോസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഏറ്റവും താഴെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അതായത് താഴെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഇനി അതല്ല, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഓപ്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ സെപ്പറേറ്റ് തന്നെ കൊടുക്കാം. ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ 2 ഇഞ്ച് പൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ബോൾ വാൽവാണ് നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് മെയിൻ വാൽവായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മെയിൻ വാൽവ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നുമാണ് ഇനി വരുന്ന എല്ലാ വാൽവുകളും കണക്ട് ചെയ്യുന്നത്. അതായത് ഏറ്റവും ആദ്യം വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഫുൾ ക്ലോസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബാത്റൂമുകളും സെപ്പറേറ്റ് ബാത്റൂമുകളിലേക്കുള്ള സെപ്പറേറ്റ് വാൽവുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ 2 ഇഞ്ച് വാൽവ് കൊടുക്കുന്ന പോലെ തന്നെ ഓരോ ബാത്റൂമും എത്ര ബാത്റൂമുകളുണ്ടോ ആ എല്ലാ ബാത്റൂമിനും സെപ്പറേറ്റ് ബോൾ വാൽവുകൾ കൊടുക്കുക. അതല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാത്റൂം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ വാൽവ് മൊത്തം ഫുൾ ക്ലോസ് ചെയ്തിടേണ്ടി വരും. അതായത് മെയിൻ വാൽവ് ക്ലോസ് ചെയ്തിടേണ്ടി വരും. മെയിൻ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റ് കാര്യങ്ങളെ ഉപയോഗിക്കുന്ന സമയത്തൊന്നും മെയിൻ്റനൻസിൻ്റെ സമയത്ത് നടക്കില്ല. അതുമാത്രമല്ല, ആ ബാത്റൂം നമുക്ക് മെയിൻ്റനൻസ് കൂടുതലുണ്ട്, നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷനായ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ വാൽവ്, അതായത് മെയിൻ വാൽവ് ക്ലോസ് ചെയ്തിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ കുടിവെള്ളവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ബ്ലോക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മെയിൻ വാൽവ് കൂടാതെ തന്നെ സെപ്പറേറ്റ് ബാത്റൂമുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുക. ഇപ്പോൾ 2 ബാത്റൂം ഉണ്ടെങ്കിൽ 2 ബാത്റൂമിനും സെപ്പറേറ്റ് വാൽവ് കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മെയിൻ വാൽവിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ 2 മെയിൻ സെപ്പറേറ്റ് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നമുക്ക് ഇനി 3 ബാത്റൂം ആണെങ്കിൽ 3 ബാത്റൂമിന് സെപ്പറേറ്റ് വാൽവ് ഉണ്ട്. ഈ കാണുന്ന ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്ന വാൽവാണ്, അതിന് സെപ്പറേറ്റ് വാൽവ് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബാത്റൂമുകളും എത്ര ബാത്റൂം 3 ബാത്റൂമിന് സെപ്പറേറ്റ് വാൽവ് കൊടുക്കുക. ഇനി അതല്ല, ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ്, അതായത് നമ്മൾ വാൽവ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം അതും ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മെയിൻ വാൽവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ബാത്റൂമുകളിലും എവിടെയെല്ലാം ബാത്റൂമുകളിൽ നമ്മൾ വെള്ളം കയറുന്നുണ്ടോ അത് നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വാൽവുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അതല്ല, മോട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാൽവ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കിണറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കിണറിൻ്റെ അടുത്ത് 2 വാൽവ് സെപ്പറേറ്റ് കൊടുത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് മെയിൻ ടാങ്കിലേക്ക് കയറുന്ന വാൽവും, പിന്നെ അതിൽ നിന്ന് വേണമെങ്കിൽ പുറത്തേക്ക് നമുക്ക് വെള്ളം എടുക്കണമെങ്കിലും, അതായത് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് മോട്ടർ അടിച്ച് വെള്ളം എടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുക. ഇനി അതല്ല, മുനിസിപ്പൽ വാട്ടർ, അതായത് നമ്മൾ ടൗൺ ഏരിയകളിലൊക്കെ ചെന്ന് കഴിയുന്ന സമയത്ത് മെയിനായിട്ട് ഒരു മുനിസിപ്പൽ വാട്ടറിൻ്റെ ഏരിയ ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ഫ്ലോട്ട് വാൽവ് ചിലപ്പോൾ ഹൈ പ്രഷറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഏറ്റവും ടാങ്കിലേക്ക് കയറും. അപ്പോൾ ഫ്ലോട്ട് വാൽവ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും താഴെ തന്നെ മെയിനായിട്ടൊരു വാൽവ് വാട്ടർ അതോറിറ്റിയുടെ ഉണ്ടാവും. അത് കൂടാതെ വേണമെങ്കിൽ ഒരു വാൽവ് കൂടി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വാൽവുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഒരു വീടിന് ആവശ്യമായ രീതിയിൽ വാൽവുകൾ കൊടുക്കേണ്ടതെന്നും അത് എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time